ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചു. തീർത്ഥാടകർക്ക് മിനായിൽ നിന്ന് മടങ്ങി. തീർത്ഥാടകർക്ക് ഇനി മടക്കയാത്രയുടെ നാളുകളാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന കല്ലേർ കർമ്മം പൂർത്തിയാക്കി തീർത്ഥാടകരെല്ലാം മിനായിൽ നിന്ന് മടങ്ങി. ഭൂരിഭാഗം തീർത്ഥാടകരും ഇന്നലത്തെ കല്ലേറോടെ കർമ്മങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. മീനായിലും അറഫയിലും മുസ്ദലിഫയിലും മക്കയിലെ ഹറം പള്ളിയിലുമായി 5 മുതൽ 6 വരെ ദിവസം നീണ്ടുനിന്ന കർമ്മങ്ങൾ. കനത്ത ചൂടിലും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടാതെ തീർത്ഥാടകർ കർമ്മങ്ങൾ പൂർത്തിയാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും 160ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ സമാധാനപരമായി കർമ്മങ്ങൾ നിർവഹിച്ചു. ഒരു തരത്തിലുള്ള ആളുകളുടെ തമ്മിലുള്ള ക്ലാഷോ തിരക്കോ ഒന്നും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അവിടെ പറയേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റിയാണ്. ഞാൻ വളരെ ടെൻഷനായിട്ടാണ് പേരൻസിന്റെ കൂടെ വന്നത്, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആവുമെന്ന്. പക്ഷേ അൽഹംദുലില്ലാഹ് ഹെൽത്തിൽ ഫുഡായാലും മെഡിക്കൽ സർവീസ് ആയാലും നമ്പർ 1. ഓരോ മേഖലയിലും പോലീസ് മുതൽ എല്ലാവരും നന്നായി സഹകരിച്ചു. നമുക്ക് ഒരു ഘട്ടത്തിലും അറഫ മുതൽ മുസ്ദലിഫ വരെയും എല്ലാം സമയബന്ധിതമായിട്ട് എല്ലാ കർമ്മങ്ങളും അൽഹംദുലില്ലാഹ് നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഹജ്ജ് കർമ്മങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ പ്രത്യേകിച്ചും വളരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇന്ത്യക്കാരെ പ്രത്യേകിച്ചും തിരക്ക് നിയന്ത്രിക്കാൻ 10,000-കണക്കിന് സൈനികരെയാണ് പുണ്യഭൂമിയിൽ വിന്യസിച്ചിരുന്നത്. ഹാജിമാരുടെ സുരക്ഷയ്ക്കാണ് സൗദി ഭരണാധികാരികളുടെ പ്രഥമ പരിഗണനയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു. ജംഹൂറിയത്ത് ഹിന്ദ് അൽ ഹബീബ وعلى تنظيم حكومتنا الرشيدة اللهم لك الحمد على تنظيم هذا الحج السنة هذه والحمد لله بالجهة الطيبة والناس الطيبة ونقول الحمد لله على التمام والكمال والله يعطيكم الصحة والعافية وترجعون بالسلامة إن شاء الله تعالى. കർമ്മങ്ങൾ പൂർത്തിയാക്കിയ തീർത്ഥാടകർക്ക് ഇനി മടക്കയാത്രയുടെ നാളുകളാണ്. മക്ക നഗരത്തോട് വിട പറയുമ്പോൾ ഹറം പള്ളിയിൽ നിർവഹിക്കുന്ന വിടവാങ്ങൽ തവാഫിന്റെ തിരക്കിലാണ് ഇപ്പോൾ പല തീർത്ഥാടകരും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.